ഉണ്ടെങ്കിൽ അതിലൊരൽപ്പം കൊടുത്ത് നിങ്ങൾ വയറു നിറക്കാതെ അയൽവാസിയായ മനുഷ്യനെ നോക്കണേ എന്ന് പറഞ്ഞ ഹബീബാണ് നമ്മുടെ റസൂൽ. ഈ റബീഉൽ അവ്വലിൽ ലോകത്തേക്ക് കടന്നു വന്ന മുഹമ്മദ് റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മിസ്കീന് ഭക്ഷണം കൊടുക്കണേ എന്ന് പറഞ്ഞു. ഒരു കാര്യം സൂചിപ്പിക്കട്ടെ, ഫഖീറും മിസ്കീനും തമ്മിൽ വ്യത്യാസമുണ്ട്. ഫഖീർ എന്ന് പറഞ്ഞാൽ പച്ചപ്പാവം, മിസ്കീൻ എന്ന് പറഞ്ഞാൽ കാഴ്ചയിൽ പാവമല്ല, പക്ഷേ ആള് കൊടിയ ദാരിദ്ര്യത്തിലാണ്, പ്രയാസത്തിലാണ്. ഖുർആൻ പറഞ്ഞിടത്തൊക്കെ ഉപയോഗിച്ച വാക്ക് മിസ്കീൻ എന്നാണ്. മിസ്കീൻ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അറഅയ്തല്ലദീ യുകദ്ദിബു ബിദ്ദീൻ ഫദാലികല്ലദീ യദ്ഉൽ യതീം ولا يحض على طعام المسكين فويل للمصلين الذين هم عن صلاتهم ساهون الذين هم يراءون ويمنعون الماعون ولا يحض على طعام المسكين മിസ്കീനിന് ഭക്ഷണം കൊടുക്കാൻ അവർ പ്രേരിപ്പിക്കുകയില്ല. മിസ്കീനും ഫഖീറും തമ്മിൽ വ്യത്യാസമുണ്ടെന്ന് ഇമാമുനാ ശാഫിഈ റളിയല്ലാഹു അൻഹു പഠിച്ചെടുത്തത് സൂറത്തുൽ കഹ്ഫിൽ നിന്നാണ്. ഫഖീറും മിസ്കീനും തമ്മിൽ വ്യത്യാസമുണ്ട്. ഫഖീറിന് എല്ലാവരും കൊടുക്കും, മിസ്കീനിന് കൊടുക്കാൻ ആരുണ്ടാവില്ല. പാവപ്പെട്ടൊരു കുട്ടിയെന്ന് വിചാരിക്കുക, കെട്ടിക്കാൻ പ്രായമായ കുട്ടിയെ, വാപ്പ മരിച്ചിട്ടുണ്ട്, ഉമ്മ രോഗിയാണ്, എല്ലാവരും കൊടുത്ത് കല്യാണം കഴിഞ്ഞാൽ പിന്നെ 2 കുട്ടികളെ കെട്ടിക്കാനുള്ളത് ആ വീട്ടിൽ ബാക്കിയുണ്ടാവും. നേരെമറിച്ച് മിസ്കീൻ ഒരു കുട്ടിയെ കെട്ടിച്ചു വിട്ട് വീട് പണയത്തിലോ കച്ചവടം ചെയ്തിട്ടോ വാടകപ്പുരക്ക് കഴിയുന്നുണ്ടാവും. അഭിമാനം കൊണ്ട് ആരോടും പറയൂല തന്റെ അവസ്ഥ. നാട്ടുകാർക്കും ഒരു റിലീഫ് കമ്മിറ്റിക്കും അറിയൂല ഇവർ ഇത്ര കഷ്ടപ്പാടിലാണെന്ന്. അവരെ നിങ്ങൾ നോക്കണേ, അവർക്ക് നിങ്ങൾ ഭക്ഷണം കൊടുക്കണേ. ഇവരെ നോക്കാൻ ആളുണ്ടാവില്ല. ഗൾഫുകാരായി എത്രയോ ആളുകളുടെ കുടുംബം മിസ്കീന്മാരുടെ കുടുംബമായിരിക്കും. ആയത്ത് നോക്കി, എന്താണ് മിസ്കീൻ? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അമ്മസ്സഫീനതു ഫകാനത് ലിമസാകീൻ അമ്മസ്സഫീനതു ഫകാനത് ലിമസാകീന യഅമലൂന ഫിൽ ബഹർ فأردت أن أعيبها وكان وراءهم ملك يأخذ كل سفينة غصبا. സൂറത്തുൽ കഹഫ് അല്ലേ? അമ്മസ്സഫീന, മൂസ നബി അലൈഹിസ്സലാം ഖിദ്ർ നബിയുടെ കൂടെ യാത്ര പോകുമ്പോൾ മൂസ നബി ആ കപ്പലിന്റെ പലക അടർത്തിയെടുത്തു. ഖിദ്ർ നബി ആദ്യമേ ഡിമാൻഡ് ഉണ്ട് മൂസ നബിയെ, ഞാൻ ചെയ്യുന്നത് ചോദിക്കരുത് കേട്ടോ. സതജിദുനി ഇൻഷാ അല്ലാഹു സാബിറ വലാ അഅസീ ലക അംറാ. ഞാൻ ഒന്നുമേ നിങ്ങൾക്കെതിരെ ചെയ്യൂല, ഞാൻ ക്ഷമിച്ചു കൂടിക്കൊള്ളാം എന്ന് പറഞ്ഞു മൂസ നബി അലൈഹിസ്സലാം. ക്ഷമിക്കാൻ പറ്റിയില്ല. കപ്പലിൽ ഫ്രീ ആയിട്ട് യാത്ര ചെയ്യാൻ നമ്മ അനുവദിച്ചിട്ട് കപ്പൽ പൊളിക്കുകയാണോ ഖിദ്ർ നബിയെ? 1, 2, 3 സംഭവം കഴിഞ്ഞു. ചരിത്രം ഞാൻ പറയല്ല. അമ്മസ്സഫീന, പിന്നെ കഥ പറഞ്ഞു കൊടുത്തു എന്തിനാ ഞാൻ ആ പൊളിച്ചത്. അമ്മസ്സഫീനതു, ആ കപ്പൽ ഫകാനത് ലിമസാകീൻ, മിസ്കീന്മാരുടെ കപ്പലായിരുന്നു. യഅമലൂന ഫിൽ ബഹ്രി, കടലിൽ ജോലി ചെയ്യുന്ന മിസ്കീന്മാർ. ഫഅറദ്തു അൻ നഈബഹാ, അത് കേടുവരുത്താൻ ഞാൻ ഉദ്ദേശിച്ചത് എന്തേന്നറിയോ? വകാന വറാഅഹും മലിക്, ഒരു രാജാവ് അവരെത്തിച്ചേരുന്ന തുറമുഖത്തെ കാത്തിരിപ്പുണ്ട്. യഖുദു കുല്ല സഫീനത്തിൻ ഗസ്ബാ, എല്ലാം നല്ല കപ്പലും പിടിച്ചെടുക്കും അയാൾ. അതുകൊണ്ട് ഈ പാവപ്പെട്ടവരുടെ കപ്പൽ നഷ്ടപ്പെടാതിരിക്കാൻ ഞാനൊന്ന് കേടുവരുത്തിയതാണ്. കപ്പൽ കാണുമ്പോ രാജാവ് ഇത് വേണ്ട പൊയ്ക്കോട്ടെ എന്ന് പറയാൻ, അത് ഈ പാവപ്പെട്ട മിസ്കീന്മാർക്ക് തിരിച്ചു കിട്ടാൻ. കപ്പലിന്റെ മുതലാളി മിസ്കീനായിരിക്കുന്നു. മിസ്കീനല്ലാത്ത മുതലാളി ഉണ്ടാവും. ആൾക്ക് 4 ബസ് ഉണ്ടല്ലോ എന്ന് കണ്ടു കാര്യമില്ല, ബസ് മുഴുവൻ ഓതുന്ന കടത്തിലായിരിക്കും. കടത്തിൽ മുങ്ങി നടക്കുന്ന ആൾക്കാരുണ്ടാവും. അത് ഗൾഫുകാരായിരിക്കും ചിലപ്പോ. ചിലർ പറയും എന്റെ പോർക്ക് എന്താ കുഴപ്പം,
മിസ്കീന്മാർക്ക് ഭക്ഷണം കൊടുക്കണം എന്നാ ഖുർആൻ പറഞ്ഞു. വാക്കൊക്കെ മിസ്കീൻ. ഫക്കീർ എന്ന് പറയാൻ പറ്റും. ഫക്കീറിന് എല്ലാരും കൊടുക്കും. ഫക്കീറിന് എല്ലാവർക്കും അറിയും ചെയ്യും. മിസ്കീൻ ആരോടും പറയൂല. ഒരുപാട് കടണ്ട്, എങ്ങനെയാ ഞാൻ യാചിക്കുക? പെണ്ണുങ്ങളോട് കുട്ടിയോടും പറയും, പിന്നെ ഈ പെരുന്നാക്ക് വസ്ത്രമൊന്നുമില്ല കേട്ടോ, നിങ്ങൾ പഴയത് കെട്ട് നടന്നോളേ, പൈസ ഇല്ല. കടം വാങ്ങി നടക്കുന്ന ആളുകളുണ്ടാവും. ജോലി നഷ്ടപ്പെട്ടിട്ട് മക്കളെ കെട്ടിച്ചയച്ചിട്ട്. എത്രയോ ആളുകൾ മക്കൾ ഗൾഫിലാന്ന് പറയും. 2 മക്കളും ഗൾഫിൽ ജോലി ഇല്ലാതെ ഇരിക്കുകയായിരിക്കും. അല്ലെങ്കിൽ ചെറിയ നിസ്സാര ശമ്പളത്തിന് ജോലി ചെയ്യുന്ന ആളുകളായിരിക്കും. ആൾക്കാർ അവർക്ക് എന്താ കുഴപ്പമില്ലല്ലോ, അവർക്ക് കൊടുക്കൊന്നും വേണ്ട. മിസ്കീന് ഭക്ഷണം കൊടുക്കണ്ട എന്ന് പറയുന്നവൻ അവിശ്വാസിയല്ലയോ നബിയേ? ശരിക്കും ശ്രദ്ധിക്കണം. റിലീഫ് പ്രവർത്തനം ചെയ്യുന്ന ആളുകൾ ഇങ്ങനെ അഭിമാനമുള്ള ആളുകൾ കാണും. മിസ്കീന്മാർ മുതലാളിമാരാണെന്നാണ് കണ്ടാൽ തോന്നുക. അവരുടെ വസ്ത്രം കണ്ടാൽ, അവരുടെ നടപ്പ് കണ്ടാൽ അഭിമാനമുള്ള ആളുകൾ. ഉള്ളിന്റെ ഉള്ളിൽ കട്ടപ്പെടുന്ന എരുതി ആരാരും അറിയരുത്. അഭിമാനം നഷ്ടപ്പെടരുത്. ആരാരോടും പരാതി പറയരുത്. ഞങ്ങൾ സുഖത്തിലാണെന്ന് വിചാരിച്ചോട്ടെ എന്ന് ചിന്തിക്കുന്ന ആളുകളുടെ അഭിമാനം നഷ്ടപ്പെടാത്ത രീതിയിൽ അവർക്ക് നിങ്ങൾ അങ്ങോട്ട് കൊണ്ടുപോയി കൊടുക്കണം. അങ്ങോട്ട് കൊണ്ടുപോയി കൊടുക്കണം. അവരെ ക്യൂല് നിർത്തരുത്. അവർക്കത് അഭിമാനത്തിന് ക്ഷതം വരും. ഭക്ഷണം കൊടുക്കണേ എന്ന് പറഞ്ഞിടത്തൊക്കെ അള്ളാഹു മിസ്കീൻ എന്ന് പ്രയോഗിക്കുന്നത് കാഴ്ചയിൽ മുതലാളിയാണ്. ആള് ഫക്കീറിനെക്കാളും പ്രയാസത്തിലായി കാണും. നിങ്ങൾ അവരെ ശ്രദ്ധിക്കണം കേട്ടോ. അവരുടെ കാര്യം നോക്കണം കേട്ടോ. അവർക്കും മക്കളെ കെട്ടിക്കാനുണ്ട്. അവരുടെ വീട്ടിലും ആളുകളുണ്ട്. ഭക്ഷിക്കാൻ സാധനങ്ങളുണ്ടോ? ജോലി നഷ്ടപ്പെട്ടിട്ട് കാലമെമ്പാടും ആയി കാണും. ആശുപത്രിയിൽ കൊടുക്കാൻ കാശുണ്ടോ?